അതുകൊണ്ട് എല്ലാവരും തുടർന്നുള്ള എല്ലാ പരിപാടികൾക്കും സജീവ സാന്നിധ്യം എല്ലാ മഹലിന്റെ മുഴുവൻ ആളുകളും പ്രിയപ്പെട്ടവരെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇന്ന് ഖുതുബയിൽ കേട്ടില്ല പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ആയത്ത് യാ അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ അല്ലാഹു വിളിക്കുകയാണ്. ഓ മുഹമ്മദേ എന്നല്ല, നബിയായിട്ടുള്ളവരെ, പ്രവാചകരെ എന്ന് ഹബീബായ തങ്ങളെ അല്ലാഹു തആല വിളിക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കണം, ഹബീബായ തങ്ങള് ബഹുമാനിച്ചുകൊണ്ട് വിളിക്കുന്നതായ ആ നാമം കൊണ്ട് അവിടെ നിന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളെ നിങ്ങളിലേക്ക് ഞാൻ അയച്ചത് ഷാഹിദായിട്ടാണ്, മുബശ്ശിറായിട്ടാണ്, അതേ എല്ലാത്തിനും സാക്ഷിയായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഒരാൾക്കും സ്വർഗം കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നരകത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഖബറിലുള്ള അദാബിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. എല്ലാം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ നാം വിശ്വസിക്കുന്നുണ്ട്. ഇതൊന്നും നാം അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇതിനെല്ലാം സാക്ഷിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ സാക്ഷിയായിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കുട്ടിപ്രായത്തിൽ പോലും ഒരു തമാശക്ക് കളവ് പറയാത്ത നേതാവാണ്. പരിപൂർണമായിട്ട് അവൾക്ക് വിശ്വസിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗവും നരകവും കണ്ടിട്ട് ഏഴാനാകാശം വരെ പോയിട്ട് സയ്യിദുൽ ഹുദൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനസമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, ഓ വിശ്വാസികളെ, ഓ മുഅ്മിനീങ്ങളെ, ഓ ജനങ്ങളെ, ഞാൻ ഇന്നലെ രാത്രിയുണ്ടല്ലോ ആ ഏഴാനാകാശം വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ള ഒരുപാട് ആഡംബരങ്ങൾ കണ്ടിട്ടുണ്ട്, നരകത്തിലുള്ള ഒരുപാട് ശിക്ഷകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തോട് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അബൂജഹലും കൂട്ടിലും കളിയാക്കാൻ തുടങ്ങി. എന്താ മുഹമ്മദ് പറയുന്നത്? ഒരു നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് അള്ളാനെ കണ്ടിട്ട് സ്വർഗം കണ്ടിട്ട് വരാൻ പറ്റുമോ? ഇത് പച്ചക്കള്ളമല്ലേ പറയുന്നത്? ഈ വാക്ക് അതേ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന അബൂബക്കറിനോട് പറഞ്ഞാൽ വരെ ഇത് വിശ്വസിക്കൂല കേട്ടോ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അബൂജഹലും കൂട്ടലും തമാശയാക്കി, കൂട്ടി വിളിച്ച് കല്ലെറിഞ്ഞ് തമാശയാക്കി പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തപ്പോ, ഓ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലാണ്. പറയുന്നു, ഓ അബൂബക്കറെ, അതേ നിങ്ങൾ നേതാവായി കാണുന്ന മുഹമ്മദ് നബി ജനസമൂഹത്തിന്റെ ഇടയിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, അതേ ഇന്നലെ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്. മാത്രവുമല്ല, ലോകം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന യജമാനനായ റബ്ബിനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞപ്പോ, അതേ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അബൂബക്കറെ, നീ വിശ്വസിക്കുമോ? ഓ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിലും മുമ്പന്തിയിലുള്ള, ഏത് വിഷയത്തിലും 100 മാർക്കുള്ള മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാ, ലോകത്തിന്റെ നേതാവാണോ മുഹമ്മദ് നബിയാണോ അത് പറഞ്ഞത്? അത് 100% ശരി തന്നെയാ, ഒരു വ്യത്യാസവുമില്ല. പ്രിയപ്പെട്ടവരെ, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന് പേരുണ്ടായിട്ടില്ല. അന്ന് മുതലാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത്. അബൂബക്കർ എന്ന് മാത്രം ഉണ്ടായാൽ പോലെ
സിദ്ദീഖ് ചേർത്ത് കൊടുക്കണം. സത്യം പറയുന്നവരാണ്, വിശ്വസിക്കാൻ പറ്റിയ ആളാണ്, പരിപൂർണമായി ഈമാനുള്ള ആളാണ്. ഈ ലോകത്തിലുള്ളവരുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും രണ്ട് തട്ടിൽ വെച്ചാൽ ആ ഏറ്റവും കനമുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടാ നമ്മൾ സ്വർഗത്തിന് ആഗ്രഹിക്കുന്നത്, ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടാ നരകത്തിന് നമ്മൾ ഭയക്കുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ അതേ അവരുടെ പദവിയും നമ്മൾ ഈ ലോകത്ത് കാണുകയാണ്. എത്ര മഹാന്മാരാണ് അവരെല്ലാം, മഹാന്മാരുടെ ഹബീബായ തങ്ങളെ വിശ്വസിച്ചുകൊണ്ടാ, അതേപോലെ തന്നെ മഹാന്മാരെ അവർ പിൻപറ്റിയത് കൊണ്ടാ, തബോതാബികൾ അവരനുസരിച്ചത് കൊണ്ടാ, പണ്ഡിതന്മാരെ പരിപൂർണമായി അംഗീകരിച്ചത് കൊണ്ടാ, അങ്ങനെ പ്രിയപ്പെട്ടവരെ മഹത്തുക്കളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ച മഹാന്മാരൊക്കെയും അവരൊക്കെയും വലിയ ദറജയിലെത്തിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായി വിശ്വസിച്ച് ആ ദഅവത്ത് ഏറ്റെടുത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിപൂർണമായി ഇസ്ലാമിലേക്ക് കടന്നു വരണം. ഏതെങ്കിലും ഒരു സലഫിയോ മുജാഹിദോ തബ്ലീഗോ ജമാഅത്ത് ഇസ്ലാമിയോ ഖാദിയാനിയോ അല്ലെങ്കിൽ കള്ളത്തരീഖത്തുകാരനോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ നമ്മൾ പോകാതെ, നമ്മൾക്ക് ഇതാ എല്ലാത്തിനും തെളിവ് ധരിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്, അതേപോലെ തന്നെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾക്കൊരു നേതാവുണ്ട്, നമ്മൾക്ക് അത് പരിശുദ്ധമായ ഒരു ഗ്രന്ഥമായ ഖുർആനുണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനിക്ക് ഇതിന്റെ അപ്പുറം ചിന്തിക്കേണ്ടി വരില്ല. പല ആളുകളും വന്നിട്ട് പറയും, ഉസ്താദെ ഞങ്ങൾ ഇന്നലെ ഒരു ക്ലാസ് കേട്ട്, അത് മറ്റൊരു ക്ലാസ്സാണ്, പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും കുറെ ശരിയായിട്ട് തോന്നുന്നുണ്ട്. ശരിയായിട്ട് തോന്നുന്നുണ്ടെന്ന് എന്തുകൊണ്ടാ? ഇവരില്ലാതിരിക്കുമ്പോ അവര് പറയുന്നത് ശരിയായി തോന്നും, അവർക്ക് മറുപടി ഒന്നുമില്ല, അവരെടുത്തില്ല, അപ്പൊ അത് ശരിയായി തോന്നും. അങ്ങനെയുള്ള ഒരു ക്ലാസ്സിലും ഒരാളും സംഘടിക്കാനോ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂടാനോ പാടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ക്ലാസ് എവിടെ ഉണ്ടായാലും അവിടെ ഇരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ,